പൈങ്കുനി ഉത്രം ദർശനത്തിന് ശബരിമലയിലെത്തിയ അമ്പലപ്പുഴ സംഘത്തിന് ദേവസ്വം ബോർഡ് സൗകര്യങ്ങൾ ക്രമീകരിച്ചില്ലെന്ന ജനം ടിവി വാർത്തയിൽ നടപടി. വിരിവയ്ക്കാൻ സ്ഥിരമായ സ്ഥലം, ഭക്ഷണം, ശൗചാലയം തുടങ്ങിയവയിൽ ബുദ്ധിമുട്ട് നേരിട്ടുവെന്നാണ് സമൂഹപേരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ള ദേവസ്വം ബോർഡിനെതിരെ പരാതി ഉന്നയിച്ചത്. വാർത്തയ്ക്ക് പിന്നാലെ ഭക്ഷണം, ശൗചാലയം എന്നിവയിൽ ക്രമീകരണം സജ്ജമാക്കാൻ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചു. ജനം ഇംപാക്ട്. 120-ലധികം പേർ ഉൾപ്പെട്ടതാണ് അമ്പലപ്പുഴ പേട്ട സംഘം. മാണിക്യപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും സംഘത്തിലുണ്ട്. ആചാരപരമായി ഉത്രം ദർശനത്തിനെത്തിയ സംഘത്തിന് വിരിവെക്കാൻ സ്ഥലം നൽകുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി. വിശ്രമസ്ഥലത്തിനായി 2 ഇടങ്ങളിൽ പോയതിനു ശേഷമാണ് പഴയ അന്നദാന മണ്ഡപത്തിനു മുകളിൽ ഇവർക്ക് വിരിവെക്കാനും വിശ്രമത്തിനും സ്ഥലം അനുവദിച്ചത്. അന്നദാന മണ്ഡപത്തിൽ നിന്നും നീണ്ട വരി നിന്നാണ് ഇവർ രാവിലെ ഭക്ഷണം കഴിച്ചത്. ഉദ്യോഗസ്ഥരും മറ്റ് തീർത്ഥാടകരും ഉപയോഗിക്കുന്ന ശൗചാലയം തന്നെയാണ് അമ്പലപ്പുഴ സംഘത്തിലെ 120-ലധികം ആളുകൾക്കും നൽകിയിരിക്കുന്നത്. വിരിവെക്കാൻ സ്ഥിരമായ സ്ഥലവും തങ്ങൾക്ക് മാത്രമായി 4 ശൗചാലയങ്ങളും അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് മുൻവർഷം ഉറപ്പു നൽകിയതാണെന്നും എന്നാൽ ഈ വാഗ്ദാനം പാലിക്കപ്പെടാത്തതുകൊണ്ട് ഇത്തവണയും തങ്ങൾ ബുദ്ധിമുട്ടിയെന്നും സമൂഹപേരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞു. എവിടെയെങ്കിലും ഒരിടത്ത് ഞങ്ങൾക്ക് അങ്ങനെ സംവിധാനം ചെയ്യുന്നെങ്കിൽ അത് പെർമനൻ്റായിട്ട് ഒരു സ്ഥലത്ത് ചെയ്തു തരിക. അത് ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി ചെയ്തു തരിക. മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിലും പ്രസിഡന്റ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ് ഹാളിൻ്റെ മുകളിലുള്ള അവിടെ 10 കുളിമുറിയും കക്കൂസും പണിതു തരും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ അതൊന്നും നടന്നില്ല. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യായി ഈ സമയത്തുണ്ടായത്. വരും തീർത്ഥാടന കാലത്തെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകണമെന്നും അമ്പലപ്പുഴ സംഘത്തിന്റെ ദേവസ്വം ബോർഡിനോടുള്ള അഭ്യർത്ഥന. പരിമിതികൾക്കുള്ളിൽ ഞങ്ങൾ തയ്യാറാണ്. പരിമിതിക്കുള്ളിൽ ദേവസ്വം ബോർഡിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കിട്ടുന്നത് ശുചിയായ ഒരിടം, ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാവണമെന്ന് മാത്രമാണ് അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ അപേക്ഷിക്കാനും ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും ദേവസ്വം ബോർഡിനോടും അപേക്ഷിക്കാനുള്ളത്. പക്ഷേ ഇനിയും ഇങ്ങനെ ഇട്ടുകൊണ്ട് ഈ അമ്പലപ്പുഴ മാതൃസ്ഥാനികരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന സ്വഭാവം നിർത്തണമെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിനോട് പറയാം. ജനം ടിവി ഇക്കാര്യങ്ങൾ വാർത്ത നൽകിയതിന് പിന്നാലെ അമ്പലപ്പുഴ സംഘത്തിന് വരി നിൽക്കാതെ ഭക്ഷണം നൽകാൻ ദേവസ്വം ബോർഡ് ക്രമീകരണം ഒരുക്കി. അമ്പലപ്പുഴ സംഘത്തിന് മാത്രമായി ശൗചാലയം ക്രമീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അറിയിച്ചു. ജനം സന്നിധാനം.